ട്രംപിൻ്റെ സമാധാനത്തെക്കുറിച്ചാണ്. ലോകസമാധാനത്തിന് വേണ്ടിയുള്ള അത്യധ്വാനത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഉള്ളത്. അദ്ദേഹം ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടാക്കി. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ അദ്ദേഹം സംസാരിക്കുകയും അതിലാണ് ഈ സംവിധാനത്തിൻ്റെ പുതിയ സ്റ്റെപ്പുകളെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നത്. അതായത് ഗസയിൽ സമാധാനം കൊണ്ടുവരിക, വെടിനിർത്തലിൻ്റെ 2ാം ഘട്ടം നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഒരു സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അടുത്ത വായിൽ പറയുന്നത് ആയുധം താഴെ വെച്ചില്ലെങ്കിൽ ഹമാസിന് തീർക്കും എന്നൊക്കെ തന്നെയാണ്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് ഒരു ഭാഗത്ത് പറയുന്നു, മറുഭാഗത്ത് ഗസയിൽ സമാധാനം കൊണ്ടുവരുമെന്ന് പറയുകയും ചെയ്യുന്നു. ദാവൂദ് ഈ ഓൾറെഡി ഇവിടെ ഐക്യരാഷ്ട്രസഭയുണ്ട് സമാധാനം കൊണ്ടുവരാനും ലോകത്തെ മറ്റ് കാര്യങ്ങളിലൊക്കെ പങ്കുവയ്ക്കാനൊക്കെ. പക്ഷേ മറ്റൊരു സംവിധാനം ഉണ്ടാക്കി സമാധാനത്തിന് വേണ്ടി അവരാണ് ശ്രമിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളൊരു മെസ്സേജാണോ ട്രംപ് കൊടുക്കുന്നത്? ഐക്യരാഷ്ട്രസഭയെ വീണ്ടും നോക്കുകുത്തിയാക്കാൻ, ഇപ്പോൾ നോക്കുകുത്തിയല്ല എന്നും പറയാൻ വയ്യ എന്നുള്ള ശ്രമമാണോ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ല, അത് ഇതിനെക്കുറിച്ച് ഈ പടിഞ്ഞാറൻ മാധ്യമങ്ങളിൽ തന്നെ വന്നിട്ടുള്ള ഇതിൻ്റെ പേര് BOP, ബോർഡ് ഓഫ് പീസ് എന്നുള്ളതാണ്. ഈ ട്രംപിൻ്റെ BOP അതാണ് ഇന്നലെ സൈൻ ചെയ്തിരിക്കുന്ന ചാർട്ടറിൽ അതിന് കൊടുത്തിരിക്കുന്ന ഔദ്യോഗികമായ പേര്. അപ്പോൾ ഈ BOP എന്ന് പറയുന്നത് യുണൈറ്റഡ് നാഷൻസ് ഓഫ് ട്രംപ് എന്നാണ്, ട്രംപ്സ് യുണൈറ്റഡ് നാഷൻസ് എന്നാണ് ഈ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ അതിനെ പരിഹസിച്ചുകൊണ്ട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് വന്നിരിക്കുന്നത് ഗസ റീകൺസ്ട്രക്ഷൻ അല്ലെ ഗസ പീസ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന ഒരു ആശയം വരുന്നത്. പക്ഷേ ഇതിൻ്റെ ചാർട്ടറിൽ പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വാചകമാണ്. അതിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്ന സമയത്ത് ടു ഇൻ്റർവീൻ എനി ഏരിയ എഫക്റ്റഡ് ഓർ ത്രെറ്റൻഡ് ബൈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നുണ്ട്. എനി ഏരിയ, അപ്പോൾ കോൺഫ്ലിക്റ്റുള്ള ഏത് ഏരിയയിലും ഇൻ്റർവീൻ ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രധാന പ്രവർത്തന മേഖലയായിട്ട് ഈ ചാർട്ടറിൽ തന്നെ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാരുടെ ജോലിയാണ് യഥാർത്ഥത്തിൽ? ഇത് സാധാരണ ഈ പണി ചെയ്യുന്നത് UN ആണ്, അല്ലെങ്കിൽ ഈ പണി ചെയ്യാൻ ഉത്തരവാദപ്പെട്ടിരിക്കുന്നത് UN ആണ്. പക്ഷേ ടു ഇൻ്റർവീൻ എനി ഏരിയ ത്രെറ്റൻഡ് ബൈ കോൺഫ്ലിക്റ്റ് എന്ന് ഇതിനകത്ത് എഴുതുമ്പോൾ ഏത് ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്ന ഒരു ബോർഡാണ്. രണ്ടാമതൊരു തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെയർമാൻ ആരാണെന്നറിയോ? ഞാൻ തന്നെ. പക്ഷേ എത്ര കാലത്തേക്കാ? ചെയർമാൻ ഫോർ ലൈഫ് എന്നാണ് ഇതിൻ്റെ ചാർട്ടറിൽ വെച്ചിരിക്കുന്നത്. എന്നാൽ ഇയാൾ മരിക്കണത് വരെ ഇയാൾ തന്നെ ചെയർമാൻ. പെർമനൻറ്റ് മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ 60 രാജ്യങ്ങൾക്കാണ് അദ്ദേഹം കത്തയച്ചിരിക്കുന്നത്, ഇൻവിറ്റേഷൻ അയച്ചിരിക്കുന്നത് ചേരാൻ വേണ്ടിയിട്ട്. അതിൽ 16 രാജ്യങ്ങളാണ് സോഫാർ സൈൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പെർമനൻറ്റ് മെമ്പർഷിപ്പ്, UN പെർമനൻറ്റ് മെമ്പർഷിപ്പ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് പെർമനൻറ്റ് മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ലയൺസ് ക്ലബ്ബൊക്കെ പേ ഫോർ പ്ലേ ആണ്. $1 ബില്യൺ കൊടുക്കണം. $1 ബില്യൺ കൊടുത്താലേ അതിൽ പെർമനൻറ്റ് മെമ്പർഷിപ്പ് കിട്ടുകയുള്ളൂ. പക്ഷേ വീറ്റോ ഇല്ല. ഇതിൽ പെർമനൻറ്റ് മെമ്പേഴ്സിന് വീറ്റോ ഉണ്ട്, ഇതിനകത്ത് വീറ്റോ ഇല്ല. പക്ഷേ അതിലൊരു കാര്യം പറയുന്നത് ഈ $1 ബില്യൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഗസ റീകൺസ്ട്രക്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ വീറ്റോ ഇല്ല എന്ന് വെച്ചാൽ ഈ പെർമനൻറ്റ് മെമ്പേഴ്സിന് വീറ്റോ ഇല്ല എന്നുള്ളൂ. പക്ഷേ ഒരു സുപ്രീം വീറ്റോ ഉണ്ട്. അതാരാന്നറിയോ? അത് നമ്മൾ തന്നെ. അതിൽ തമാശ എന്ന് വെച്ചാൽ ഇതിൻ്റെ റെസൊല്യൂഷൻ എന്തൊക്കെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ അൾട്ടിമേറ്റ് പവർ, ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നത് ചാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വ്യാഖ്യാനിക്കേണ്ടതിൻ്റെ പവർ, അതിൻ്റെ അബ്സല്യൂട്ട് പവർ, പിന്നെ ഇതിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെയും അത് ഡിസോൾവ് ചെയ്യുന്നതിൻ്റെയും അബ്സല്യൂട്ട് പവർ, അതൊക്കെ ആർക്കാണ്? അതൊക്കെ നമുക്ക് തന്നെ. അപ്പോൾ കിങ്, ഞാൻ കിങ്ങാണെന്ന് പുള്ളി മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, കിങ് ട്രംപ് ഒരു രാജ്യാന്തര കിങ്, ഒരു അന്താരാഷ്ട്ര രാജാവ് എന്നുള്ള നിലക്ക് തന്നെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സംവിധാനമാണിത്. 35 രാജ്യങ്ങളുടെ പിന്തുണയും. 35 രാജ്യങ്ങൾ സൈൻ ചെയ്തിരിക്കുന്നത് 16ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ തന്നെ ഒരു മേജർ കൺട്രി എന്ന് പറയുന്ന ആരും ചെയ്തിട്ടില്ല. യൂറോപ്പിൽ നിന്ന് സൈൻ ചെയ്ത് ആരാന്ന് ഉണ്ടെങ്കിൽ കൊസോവോ എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ രാജ്യം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർക്ക് എല്ലാവരും അവർ അംഗീകരിച്ചിട്ടില്ല. അവർ സൈൻ ചെയ്തതിന് കാരണമുണ്ട്. കൊസോവിന് പൂർണ്ണ സ്വാതന്ത്ര്യം തരാമെന്നോ അന്ന് വല്ല ഇതുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അൽബേനിയ, യൂറോപ്പിലെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിലൊന്ന്. പിന്നെ ഹംഗറി എന്ന് പറഞ്ഞാലും ഈ ട്രംപിൻ്റെ മച്ചുൻ എന്ന് പറയുന്ന ആളാണ് അവിടെ ഭരിക്കുന്നത്, ഇതേപോലെ ഒരു റൈറ്റ് വിങ് ലീഡറാണ്. പിന്നെ ബൾഗേറിയ, ഇത്രയും രാജ്യങ്ങളാണ് യൂറോപ്പ് എന്നുള്ളത്. അപ്പോൾ UK ഇല്ല, ജർമ്മനി ഇല്ല, ഫ്രാൻസ് ഇല്ല, ചൈന ഇല്ല, റഷ്യ ഇല്ല. ഇവർക്കൊക്കെ കത്തയച്ചിട്ടുണ്ട്. പുടിൻ അതിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ആലോചിക്കേണ്ടതാണ്. ഇന്ത്യ, ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ ഇതുവരെ അതിൽ അഭിപ്രായമേ പറഞ്ഞിട്ടില്ല. ഇന്ത്യക്ക് കത്തയച്ചിട്ടുണ്ട്. പിന്നെ അതിൽ സിഗ്നറ്ററി എന്ന് പറയുന്ന ഏതൊക്കെ നിലക്കൊരു പവർഫുൾ എന്ന് പറയാവുന്ന രാജ്യം,
കാനഡയ്ക്ക് ഇൻവിറ്റേഷൻ അയച്ചിരുന്നു. പിന്നെ കാനഡയ്ക്ക് ഇൻവിറ്റേഷൻ ഞാൻ പിൻവലിക്കുന്നതായിട്ട് ഇങ്ങനെ തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്. കാനഡ ഈ പരിപാടിക്ക് ഞങ്ങളില്ല എന്ന് വെച്ചാൽ $1 ബില്യൺ കൊടുത്ത് കയറുക, രാജ്യമായിട്ട് ഇതൊന്നും ഒരു ഇൻ്റർനാഷണൽ ലോയ്ക്ക് ചേർന്ന പരിപാടിയല്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ്, UAE, ഈജിപ്റ്റ്, ടർക്കി ഇവരാണ് അതിൽ എന്താ പറയുക പ്രധാനപ്പെട്ട സിഗ്നറ്ററീസ് ആയിട്ടുള്ളത്. പിന്നെ പാകിസ്ഥാനുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ബോർഡ് ഓഫ് പീസ് എന്നുള്ളൊരു ആശയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഇത് തുടങ്ങുന്നത് എവിടുന്നാണ്? ഗസ സീസ്ഫയറുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ആശയം ഇങ്ങനെ വരുന്നത്, അത് എമേർജ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഗസ സീസ്ഫയറിൽ അതിൻ്റെ ഗ്യാരണ്ടർ കൺട്രീസായിട്ട് ആ സീസ്ഫയർ അഗ്രിമെൻറ്റിൽ എഴുതിയിരിക്കുന്ന 3 രാജ്യങ്ങളുണ്ട്. ഈജിപ്റ്റ്, ഖത്തർ ആൻഡ് ടർക്കി. ഈ 3 രാജ്യങ്ങളാണ് ഇതിൻ്റെ ഗ്യാരണ്ടർ കൺട്രീസായിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ ഈ പീസ് ഓഫ് ബോർഡ് എന്ന് പറയുന്ന വലിയ സംവിധാനം, അതിൻ്റെ കീഴിൽ 2 ഉപസംവിധാനങ്ങളുണ്ട്. ഒന്ന് എക്സിക്യൂട്ടീവ് ബോർഡ്. ഈ എക്സിക്യൂട്ടീവ് ബോർഡിൽ ഇതിൻ്റെ പ്രതിനിധികളാണുള്ളത്, 6 ആളുകളാണുള്ളത്. അത് ജാരദ് കുഷ്ണർ ഉണ്ട്, വിറ്റ്കോഫ് ഉണ്ട്, പിന്നെയുള്ള ഹക്കൻ ഫിദാനാണ് പ്രധാനപ്പെട്ട ഒരാൾ. അയാൾ ആരാണ്? മറ്റേ ടർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ. പിന്നെ ഖത്തറിലെ അവിടുത്തെ ഫോറിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഒരു ഒഫീഷ്യൽ. പിന്നെ ഈജിപ്തിൻ്റെ അവിടുത്തെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ GIS അതിൻ്റെ തലവൻ. അത്രയും ആളുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അവർ ഗസ എക്സിക്യൂട്ടീവ് ബോർഡാണ്. പിന്നെ ഉള്ളത് ബോർഡ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗസ എന്ന് പറഞ്ഞിട്ട് അത് പലസ്തീൻ ടെക്നോക്രാറ്റ്സ്, നോൺ പൊളിറ്റിക്കൽ ടെക്നോക്രാറ്റ്സിനെ വെച്ചുകൊണ്ടുള്ള അവരാണ് ദൈനംദിന പ്രവർത്തകൾ ഗസയിൽ നടത്തുന്നത്. ഇങ്ങനെ ഈ 3 ടയർഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഈജിപ്റ്റ്, ടർക്കി, ഖത്തർ, ഇവരിതിൽ സജീവമാണ്. അപ്പോൾ ഹക്കാൻ ഫിദാനാണ് അതിലൊരു പോർട്ട്ഫോളിയോ നോക്കിയാൽ ഏറ്റവും പ്രധാന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ. കാരണം അയാൾ വിദേശകാര്യ മന്ത്രിയാണ്. ജാരദ് കുഷ്ണറുണ്ട്, ഇദ്ദേഹത്തിൻ്റെ മരുമകനാണ്, ട്രംപിൻ്റെ മരുമകൻ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നത് ഗസ റീകൺസ്ട്രക്ഷൻ അല്ലെ ഗസയുടെ പുനരുദ്ധാരണം എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഇത് പ്രധാനമാണെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. ആര് നിലക്കായിരിക്കും? അല്ലാതെ ഇതൊരു UN മറികടക്കുന്നതല്ല, UN ബദലായി നിൽക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ബോഡി എന്നുള്ള നിലക്ക് ഇയാളെ ചെയർമാൻ ഫോർ ലൈഫ് എന്നുള്ള നിലക്കൊന്നും അവർ കാണുന്നുണ്ടാവില്ല. അല്ല, ആ ഒരു വിഷനിലായിരിക്കില്ല ഇവർ സഹകരിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്. ഫോർ ദം ഇമ്മീഡിയറ്റ് തിങ് ഈസ് ടു റിസോൾവ് ദ ഗസ ഇഷ്യൂ. അത് അവരെ സംബന്ധിച്ച് ആ മേഖല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ഇത് വായിച്ചു നോക്കുമ്പം ചില മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ന് തന്നെ തീരുമാനം വന്നു കഴിഞ്ഞു, റഫ ബോർഡർ 2-3 ദിവസത്തിന് തുറക്കും, ഗസയിലേക്കുള്ള റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട സംഗതികൾ ആരംഭിക്കും. ഇത് ജാരദ് കുഷ്ണർ അവിടെ ഒരു പ്രസൻറ്റേഷൻ നടത്തുന്നുണ്ട്, ഡാവോസിൽ പ്രസൻറ്റേഷൻ നടത്തുന്നുണ്ട്, അടിപൊളിയായിരുന്നുണ്ട്. ഗസയുടെ സിറ്റിസ്കേപ്പൊക്കെ കാണിക്കുന്നുണ്ട്, കീടിലും നമ്മൾ ഈ ഖത്തറിലും കുവൈറ്റിലൊക്കെ കാണുന്ന മാതിരിയുള്ള സ്കൈ ക്രാപ്പേഴ്സ് ഇത് വെച്ചിട്ടുള്ള പിന്നെ 10-28 നിലകളുള്ള വലിയ വലിയ ബിൽഡിങ്ങുകൾ, ഹോട്ടൽസ്, റിവേറിയ, ബീച്ച് ഫ്രണ്ട്, ഇതൊക്കെ വെച്ചുള്ള ഒരു അടിപൊളി ഗസയാണ് പുള്ളി വിഭാവന ചെയ്യുന്നത്. ഇത് അറ്റ് ഹേർട്ട് ഐ എം എ റിയൽ എസ്റ്റേറ്റ് പേഴ്സൺ എന്ന് ഈ ഡാവോസിലും പറയുന്നുണ്ട്, ട്രംപ് പറയുന്നുണ്ട്. സത്യത്തിൽ ഞാൻ റിയൽ എസ്റ്റേറ്റുകാരനാണ് എന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ ഗസയിലേക്ക് കുറേ അധികം ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക, അവിടെ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുക, അതിൽ എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ നടത്തുക, അതൊക്കെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, സോവറൻറ്റി ഒരു എന്താ പറയുക ഒരു കമ്മോഡിറ്റി, ഒരു നെഗോഷ്യബിൾ കമ്മോഡിറ്റി ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ട്രംപ്. അതാണ് ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. ഗ്രീൻലാൻഡ് എനിക്ക് വേണം, നിങ്ങൾ എനിക്ക് വിൽക്കണം എന്നാണ് പറയുന്നത്. അത് സോവറിൻറ്റി എന്ന് പറയുന്നത് അല്ലെ ഫ്രീഡം എന്ന് പറയുന്നത് അതൊരു നെഗോഷ്യബിൾ കമ്മോഡിറ്റി ആണെന്ന് വിചാരിക്കുന്ന ഒരു വിചിത്ര ഭരണാധികാരിയാണ്. ഗസയെക്കുറിച്ച് അദ്ദേഹം കാണുന്നത് എന്താണ്? അതൊരു ഗസ എന്ന് പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ ആസ്പിറേഷൻ എന്ന് പറയുന്നത് അതൊരു റിയൽ എസ്റ്റേറ്റ് ഇഷ്യൂ ആണ്, അതൊരു കൺസ്ട്രക്ഷൻ പ്രോബ്ലമാണ്. ആ നിലക്കാണ് അദ്ദേഹം കാണുന്നത്. ഇതിൽ ഓക്കെ ഗസയിലേക്ക് ഫണ്ട് വരികയും അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരികയും കെട്ടിടങ്ങൾ ഉണ്ടാകുകയും റിവേറ ഉണ്ടാകുകയും ഒക്കെ ചെയ്യണം, നല്ല കാര്യം തന്നെ. പക്ഷേ ഇതിലൊരു വ്യവസ്ഥ, പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ ഡിസാർമെൻറ്റ് ഓഫ് ഹമാസ് ആണ്. ഈ ഡിസാർമെൻറ്റ് ഓഫ് ഹമാസ് എന്ന് പറയുന്നത് അത് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ഫ്രീഡം ഓഫ് പാലസ്റ്റൈൻ. ഇപ്പോൾ ഡിസാർമെൻറ്റ് ഓഫ് ഹമാസിനെ കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ ചാർട്ടർ പറയുന്നുണ്ട്. പക്ഷേ ഫ്രീഡം ഓഫ് പാലസ്റ്റൈൻ അല്ലെങ്കിൽ പലസ്തീനുകളുടെ ഫ്യൂച്ചർ പൊളിറ്റിക്കൽ ഫോർമേഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് ഈ ഡോക്യുമെൻറ്റ് സൈലൻ്റാണ്. കാരണം ഇതാണ് ഇതിലേറ്റവും കോറായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത്. ഡിസാർമെൻറ്റ് ഹമാസ് ഞങ്ങളിത് കെട്ടിടം പണിയാൻ പോകണം, ഹോട്ടൽസ് പണിയാൻ പോവുകയാണ്, ഗോൾഫ് കോഴ്സുകൾ പണിയാൻ പോവുകയാണ്, ഡിസാം ചെയ്യണമെന്ന് ഹമാസിലൊന്നും അവർ കേൾക്കാനൊന്നും പോകണില്ല. അവരിതിലും വലിയ വർത്തമാനം പറഞ്ഞിട്ട് കേട്ടിട്ടില്ല.
അവരെ സംബന്ധിച്ചത് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന അവരുടെ പൊളിറ്റിക്കൽ ആക്ഷനുണ്ട്. സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്നുണ്ട്. അതിലെന്താ നിങ്ങളുടെ കടലാസ് എന്താ പറയുന്നത്? അല്ലാതെ അവർ നിൽക്കില്ല. അവർ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യും? ഞാൻ നിങ്ങളെ തമർത്തുന്നതാണ് പറയുന്നത്. തമർക്കാൻ ഈ കഴിഞ്ഞ 2 കൊല്ലം എല്ലാ പണിയെടുത്തില്ലേ? നെതന്യാഹും ട്രംപും ചേർന്നിട്ട് എന്തെല്ലാം കളി കളിച്ചു. ലോകത്ത് ലഭ്യമായ എല്ലാ ആയുധങ്ങളും അവർ പ്രയോഗിച്ചില്ലേ? എന്ന് വല്ലതും നടന്നു? ഒന്നും നടന്നില്ല. കുറേ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലാൻ പറ്റി, ആശുപത്രിയിൽ തകർക്കാൻ പറ്റി എന്നുള്ളതല്ലാതെ. അപ്പോൾ അടിസ്ഥാന പ്രശ്നം ഇപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടാതെ കിടക്കുകയാണ്. എനിക്കിത് മൊത്തത്തിലൊരു തമാശ ഏർപ്പാടായിട്ടാണ് തോന്നുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഗസക്കാർക്ക് കുറച്ച് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ നന്മയുണ്ടാവും, അത്രമാത്രം. എന്താ ട്രംപിൻ്റെ ഉദ്ദേശം? ട്രംപിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് തോന്നുന്നറിയാം, അമേരിക്കയിലെ ഭരണാധികാരികളുടെ ചരിത്രത്തിൽ എൻ്റെ പേരിലെല്ലാം എല്ലാത്തിൻ്റെ ഉടമസ്ഥാവകാശം എനിക്ക് എന്നൊക്കെ വ്യക്തിപരമായി വിചാരിക്കുന്ന ഒരാളാണ് ട്രംപ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പലതും കാട്ടിക്കൂട്ടുന്നത് എനിക്ക് തോന്നുന്നതായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ സംവിധാനങ്ങൾ മുഴുവൻ അമേരിക്കയുടെ കയ്യിലല്ലേ. അമേരിക്കയ്ക്ക് ഇപ്പോൾ UN എന്ന് പറയുന്ന സംവിധാനത്തിന് ബദലായിട്ട് ഒരു പീസ് ബോർഡ് ഉണ്ടാക്കണമെന്നൊരു അമേരിക്കൻ പ്രസിഡന്റ് സാധാരണ നിലയ്ക്ക് തോന്നുന്ന ഒരു കാര്യമില്ല. കാരണം UN എന്ന് വെച്ചാൽ അവരുടെ കൺട്രോളിലുള്ള ഒരു സംവിധാനമാണ്. UN സെക്യൂരിറ്റി കൗൺസിലിൽ അവർ വീറ്റോ ചെയ്താൽ ലോകത്തൊന്നും നടക്കില്ല. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് സമ്പൂർണ്ണ വിരുദ്ധമായിട്ട് UN ഒരു കാലത്തൊന്നും നടന്നിട്ടില്ല, ഇപ്പോഴും നടക്കുന്നില്ല. ലോകം മുഴുവൻ ഗസയിലെ വംശഹത്യക്കെതിരായിട്ട് തെരുവിലിറങ്ങുന്നപ്പോഴും അമേരിക്ക അത് ഒറ്റയ്ക്ക് ഇപ്പുറത്ത് നിന്നു. മുഴുവൻ രാജ്യങ്ങളുടെയും ബഹുഭൂരിപക്ഷം രാജ്യങ്ങളുടെയും താല്പര്യത്തിന് ഇപ്പുറത്ത് നിന്ന് അമേരിക്ക UN-നെ അവരുടെ വഴിക്ക് കൊണ്ടുപോയില്ലേ. UN എന്ന് പറയുന്ന സംവിധാനത്തെ ആ പ്രശ്നത്തിൽ ഇടപെടാൻ ശേഷിയില്ലാത്ത ഒരു നിർജീവ സംഘമൊക്കെ അമേരിക്ക മാറ്റിയില്ല. നോർമലി അമേരിക്കയ്ക്ക് ഇപ്പം UN-നെ മൊത്തം പൊളിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് വിചാരിക്കേണ്ട കാര്യമില്ല. അത് അവരുടെ കൺട്രോളിലുള്ള കാര്യമാണ്. ട്രംപിന് പക്ഷേ അങ്ങനല്ല. ഇത് മൊത്തത്തിൽ പുള്ളി നാളെ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇറങ്ങിപ്പോയാലും എൻ്റെ കീഴിലൊരു സംവിധാനമായിട്ട് ഇത് വേണം. പുള്ളി ഭയങ്കര വളിപ്പൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടില്ല. അതായത് പീസ് പ്രൈസ് പുള്ളിക്ക് കിട്ടിയില്ല. പുള്ളി അവൻ മരിയ മച്ചവടയെ വിളിച്ചു വരുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പീസ് പ്രൈസ് വാങ്ങിക്കുന്ന പടം ഇട്ടിട്ട് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. അങ്ങനെയൊക്കെ ഇടാവും. ബാക്കി എന്തെങ്കിലുമൊക്കെ ഓക്കെ, അമേരിക്കയുടെ കയ്യിലാണെല്ലാം, അമേരിക്ക ഗ്രേറ്റ് ഒക്കെ ഞങ്ങളെല്ലാം പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ ഒരു ന്യായമുണ്ട്. കിട്ടാത്ത ഒരു സാധനം കിട്ടിയ ആളെ വിളിച്ചു വരുത്തി അവരെന്തിനാ അത് കൊടുക്കാൻ തയ്യാറായത്? അവർക്ക് മറ്റേ വെനസ്വേലയുടെ ഭരണം കയ്യിലെടുത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇദ്ദേഹത്തിന് കൊടുത്തു, അദ്ദേഹം എനിക്കത് കിട്ടി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. എന്നിട്ട് നൊബേൽ അക്കാഡമി ഇതെങ്ങനെ വേറെ ആർക്കും കൊടുക്കാൻ പറ്റുന്ന സാധനമല്ലാന്ന് വ്യക്തത വരുത്തുന്നു. ഈ വക തമാശയാണ് കക്ഷി കാണുന്നത്. പുള്ളിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് മൊത്തം ട്രംപ് എന്ന് ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഇവിടെ 2014 ശേഷം എല്ലാം എന്നിൽ നിന്നാണ് പുറപ്പെട്ടത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന, ഇന്ത്യ ഉണ്ടാക്കിയത് ഞാനാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന, എല്ലാത്തിൻ്റെയും തീരുമാനം ഞാൻ എടുക്കണം, എല്ലായിടത്തും എൻ്റെ മുഖം പറഞ്ഞെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരില്ല. അങ്ങനെ തന്നെ ചക്രവർത്തിമാർ ലോകത്തുണ്ട്. ചക്രവർത്തി മോഹമുള്ളവർ. ട്രംപ് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഞാനും അപ്പൻ്റെ സഹോദരിയുള്ള ട്രസ്റ്റ് എന്ന് പറഞ്ഞവരാണ്. ട്രംപിൻ്റെ മരുമോന് സ്റ്റീവ് വിറ്റ്കോഫ് അല്ലെങ്കിൽ മാർക്കോ റൂബിയോ അവരെല്ലാം അവിടെ ചേർന്നിട്ടുള്ള ഒരു സെറ്റപ്പിനകത്ത് പരമാവധി അവസാനത്തെ തീരുമാനം ആരെടുക്കും? അത് ട്രംപ് എടുക്കും. അവസാന കാലം വരെ ആരാണ് ഇതിന് തലപ്പത്തിരിക്കുന്നത്? ട്രംപിന് വേണമെങ്കിൽ വേറെ ആരെങ്കിലും എന്ത് ചെയ്യാം, നോമിനേറ്റ് ചെയ്യാം, പുതിയതായിട്ട് ആര് വരണമെന്ന്. അല്ലാതെ വേറെ ഇലക്ഷൻ പോലുള്ള പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇത് പൂർണ്ണമായും ട്രംപ് നിയന്ത്രിക്കുന്ന ഒരു ലോകക്രമം. ട്രംപിന് പലയിടത്തും പല ലക്ഷ്യങ്ങളുണ്ടാവും, റിയൽ എസ്റ്റേറ്റ് മോഹങ്ങളുണ്ടാവും, എല്ലായിടത്തും ഇടപെടാൻ കഴിയുന്ന ഒരു ബദൽ ലോകശക്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ഒരു കാര്യം വെച്ചാൽ ലോകത്ത് എന്തൊക്കെയോ സംഭവങ്ങളുണ്ടാവും. ലോകത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഗതിയിൽ എന്തോ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മൾ ട്രസ്റ്റ് ചെയ്തൊരു സംവിധാനമുണ്ട്, എന്താണ് UN. ഏതാണ്ട് അത് കഴിഞ്ഞു. ഒഫീഷ്യലി അത് കഴിഞ്ഞു എന്ന് ആരും പ്രഖ്യാപിക്കാത്തതേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിൻ്റെ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട വിങ്ങുകളിൽ നിന്നും അമേരിക്ക പിൻവാങ്ങണം. അമേരിക്ക 10-40 ഓർഗനൈസേഷനിൽ നിന്ന് പിൻവാങ്ങി. എന്ന് വെച്ചാൽ പിൻവാങ്ങുന്നത് വെച്ചാൽ അമേരിക്ക അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടർമാരിൽ ഒരാളാണ്. അമേരിക്ക പൈസ കൊടുക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു. അവൻ്റെ ആഗോള ബജറ്റിൽ അവർ 15 മുതൽ 20% വരെ ഈ വർഷം വെട്ടിക്കുറച്ചു. ലോകത്ത് മുഴുവൻ ഓപ്പറേഷൻ അവർ കുറവ് വരുത്തുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന 20% ഓഫ് സ്റ്റാഫിനെ അവർ പിൻവലിക്കാൻ, കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ ആ സംഘടന എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകം അങ്ങേയറ്റം ഒരു സങ്കീർണാവസ്ഥയിലാണെന്നും അതിൻ്റെ നിയന്ത്രണ കേന്ദ്രങ്ങൾ നഷ്ടപ്പെടുകയാണെന്നും പറഞ്ഞ അന്റോണിയോ ഗുട്ടറസാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മനുഷ്യൻ പറയാണ്. അപ്പോൾ ആ സംവിധാനം എന്ന് പറയുന്നത് ഏതാണ്ട് തകർന്ന് തരിപ്പണമായി. അങ്ങനെ തരിപ്പണമാക്കുന്നതിൽ അമേരിക്ക നിർണായക പങ്കാളിത്തം വെച്ചു. ഒന്ന്, ഗസയിൽ നടക്കുന്ന ഒരു തത്സമയ വംശഹത്യയിൽ ഇടപെടാൻ കഴിയാത്ത വിധം നിന്ന് നിലവിളിക്കുന്ന ഒരു സംഘടനയെ ആര് വാല്യൂ ചെയ്യാനാണ്? എന്ന് മാത്രമല്ല, അവരെടുക്കുന്ന ഒരു തീരുമാനവും അംഗീകരിക്കപ്പെടുന്നില്ല. അവർ കൊണ്ടുവരുന്ന ഒരു പ്രമേയവും എവിടെയും വാല്യൂ ചെയ്യപ്പെടുന്നില്ല. അവർ കൊണ്ടുവരുന്ന അന്താരാഷ്ട്ര നിയമങ്ങളെ മറികടന്ന് ഇസ്രായേൽ ഭയങ്കരമായിട്ടുള്ള കോളനി വൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സെറ്റിലേഴ്സിനെ കൊണ്ട് നടക്കുകയാണ്. ആരതിനെ വാല്യൂ ചെയ്യും? അപ്പോൾ അതിൻ്റെ ഒരു മൂല്യം തകർന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്ന സംഗതി, അതിൻ്റെ പ്രഭാവശേഷി സമ്പൂർണ്ണമായും തകർന്നു. ഇനി ട്രംപ് വേറെ എന്തൊക്കെ ഏർപ്പാട് കൊണ്ടുവരികയാണ്. ഞാൻ കൊണ്ടുവന്ന് എന്തായിരിക്കും സംഭവിക്കുക? ഒരു നിലയ്ക്കുള്ള ജനാധിപത്യമില്ല. ജനാധിപത്യം ഓൾറെഡി UN-ലുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു നിലയ്ക്കും ജനാധിപത്യമില്ലാത്തൊരു സംവിധാനം കൊണ്ടുവന്ന ആളുകളെ ഭീഷണിപ്പെടുത്തി ഇനി 15 കൊണ്ടുവരുമോ? എത്ര രാജ്യങ്ങൾ ആ ഭീഷണിക്ക് വഴിപ്പെട്ട് അതിലേക്ക് വരും എന്ന് കാത്തിരുന്ന് കാണുക. എന്തായാലും ട്രംപ് ഒരു സാധാരണ അമേരിക്കൻ പ്രസിഡന്റ് അല്ല എന്നും അദ്ദേഹം കാണിക്കുന്ന ചിലതൊക്കെ തമാശയാണ്. പക്ഷെ തമാശ അല്ലാത്ത ചില കാര്യങ്ങളും കാണും. നമുക്ക് തമാശയായിട്ട് തോന്നുമെങ്കിലും ലോകത്ത് ഭയങ്കരമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ കഴിയുന്ന ചില പരിപാടികൾ അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണമാണിത്.
ഇതിനെ നമുക്ക് തമാശ എടുക്കാം, ഈ ബോർഡ് ഉണ്ടാക്കുന്നത്. പക്ഷേ അപ്പുറത്തുള്ള സംവിധാനം, UN എന്ന് പറയുന്ന സംവിധാനം സമ്പൂർണ്ണമായും തകർന്നു. ഈ ലോകക്രമത്തിന് നിയന്ത്രണം കൂടി, എല്ലാത്തിനെയും നിയന്ത്രിക്കാനൊരു പോയിന്റ് ഉണ്ടാവണമല്ലോ, അതിനൊരു റെഗുലേറ്റർ ഉണ്ടാവണമല്ലോ. അത് ഈ ലോകത്തിന് സത്യത്തിൽ ഇപ്പോൾ ഇല്ല. അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം കവലക്കിറങ്ങി നിൽക്കുകയാണ്, ഞങ്ങളാണ് ഭരിക്കുന്നത് പറഞ്ഞിട്ട്. അതിനെ എറിഞ്ഞു വീഴ്ത്താൻ ആരെങ്കിലും ഉണ്ടാവേണ്ട സന്ദർഭത്തിലേക്ക് കാര്യങ്ങൾ എത്തി. കാരണം അല്ലെങ്കിൽ നീതി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവിടെ ഇല്ല. സോ അത് ലോകത്ത് എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു, എന്തൊക്കെ വഴിതിരിവുകൾ ഉണ്ടാക്കാൻ പോകുന്നു വെച്ച് നോക്കണം. അതിൻ്റെ ഏതോ ഒരു മൊമെൻറ്റിലാണ് വേൾഡ് നിൽക്കുന്നതാണ് നമുക്കിത് കാണുമ്പോൾ തോന്നുന്നത്.